എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സിയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നു. കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവളുടെ ബസ്സിലായിരുന്നു. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പായി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ഈ അഖിൽ NRDയുടെ വൈഫ് മേഘ ഒളിച്ചോടി പോയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു വോയിസ് നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് മേഘയുടെ അച്ഛൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ വോയിസാണ് നിലവിൽ ജിനൂസ് എന്ന് പറയുന്ന ചാനലിനകത്ത് പുറത്തു വന്നിരിക്കുന്നത്. ജിനൂസ് ബ്രോ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പുള്ളിയുടെ ചാനലിൽ ചെന്നാൽ നിങ്ങൾക്ക് അത് കാണാനും പറ്റും. പുള്ളി തുടക്കം തൊട്ടേ ഈ ഒരു വിഷയം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു വോയിസിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മേഘ ഇപ്പം പുള്ളിക്കാരത്തിയുടെ അച്ഛൻ്റെ വീട്ടിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം മാത്രമേ അവൻ്റെ കൂടെ താമസിച്ചുള്ളൂ. അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് വരികയും ഇതിനെപ്പറ്റി എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരികയും പിന്നെ ഇപ്പം വലിയ രീതിയിലൊക്കെ കല്യാണം നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മേഘ അച്ഛൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ഇടാനായിട്ട് സാധിക്കുന്നത്? ഇത്രയും ഒരു വിഷയങ്ങൾ നടന്നിട്ട്, അതായത് തലേ ദിവസം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ കിടന്നുറങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചത്. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇപ്പം വന്ന് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാർ അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ കൊടുത്തപ്പോ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന് അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് വന്നത്, ഒളിച്ചോടിയതല്ല. ഓക്കെ, ഈ മേഘയുടെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ സംസാരിച്ചതാണ് മേഘയുടെ അമ്മയും ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചത് അവർ ഒളിച്ചോടിയതാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും ഈ പുള്ളി പറയുന്ന അങ്ങനെ ഒരു സംഭവം അല്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മേഘയുടെ അമ്മയോ അച്ഛനോ അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അഖിലും ഈ മേഘയാണ്. അല്ലാതെ വേറെ കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് വലിയ പ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മേഘയെക്കുറിച്ച് ഇനി അങ്ങോട്ട് പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് ഈ പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന മേഘയുടെ അച്ഛന് തലവേദനയും തലകറക്കമൊക്കെ ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, എത്ര പേരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇവരിപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ തിരിച്ച് അച്ഛൻ്റെ അടുത്തോട്ട് ചെന്ന് കയറിയിരിക്കുവാണ്. 4 ദിവസം മാത്രമേ അവൻ്റെ കൂടെ അവിടെ വന്നുള്ളൂ. കാര്യം അവൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. പിന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ ഒരു വീടില്ല, പിന്നെ അമ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എടുത്തു ചാടി ചെയ്യുന്ന ഓരോ തീരുമാനങ്ങളാണ്. മേഘയെ സംബന്ധിച്ച് അഖിലിൻ്റെ കൂടെ ചുമ്മാ ഒന്ന് നിന്നു കൊടുത്താൽ മതി, ഏതെങ്കിലും 2-3 റീൽസ് ഇട്ട് കൊടുത്താൽ മതി, ഒരു കുറവും ഉണ്ടാവാതെ അവിടെ ജീവിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ വേറെ കുറച്ച് പ്രധാനപ്പെട്ട സീനുകൾ ഇതിനകത്തേ ഉണ്ട്. കാര്യം ഈ എന്താ പറയണ്ട, പൈസയും ഇതും മാത്രമൊന്നും അല്ല ശരിക്കും പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം, രണ്ടുപേരും തമ്മിൽ സ്നേഹം വേണം. എങ്കിലൊക്കെ ആ ഒരു ബന്ധം, ഇപ്പം ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, ഇപ്പോൾ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം മേഘയുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ട്. അതായത് അഖിലിൻ്റെ അച്ഛൻ ഭയങ്കര പ്രശ്നമായിരുന്നു, അഖിലിൻ്റെ അച്ഛനുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ലായിരുന്നു എന്നും പിന്നെ അഖിലിനെ പറ്റിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ ഈ ഒരു നിമിഷം വരെയും ഈ ഒരു പെൺകുട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിലായാൽ പോലും
ഈ പെൺകുട്ടി സപ്പോർട്ട് ചെയ്തുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് അഖിലിൻ്റെ എന്തോ രഹസ്യങ്ങൾ ഈ പെൺകുട്ടി കയ്യോടെ പൊക്കി, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നിൽക്കുന്നതെന്നാണ് ഈ ഒരു അഡ്വക്കേറ്റ് ഉൾപ്പെടെ പറയുന്നത്. അതിൽ ബാക്കിയോടെ കേൾക്കാം. ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. എന്നാൽ അതിനിത്തരം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്. ഇതുവരെ കേട്ടല്ലോ. അതായത് ഈ ഒരു സംഭവം നടന്ന സമയത്ത് പോലീസുകാരെ അറിയിച്ചു, അവരെ അവിടെ കൊണ്ടുവന്നു. പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയ സമയത്ത് എനിക്ക് ഈ ഒളിച്ചോടി പോയ വ്യക്തിയുടെ കൂടെ പോയാൽ മതി, എനിക്ക് അവൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പെണ്ണിന് വേണ്ടി അവൻ ചെയ്തു കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ അവസാനം ഇപ്പോൾ അവന് കിട്ടിയ പണി എന്താ? അതായത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, പഠിക്കാൻ വരെ മറ്റേ എവിടെ കൊണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവൻ്റെ അടുത്ത് ഈ ഒരു പരിപാടി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന ആ അഡ്വക്കേറ്റ് പറയുന്ന വോയിസ് കേട്ടില്ലേ, അതായത് അവിടെ വെച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അവൻ്റെ കൂടെ പോയാൽ മതി, എനിക്ക് പോവുകയേ വേണ്ടെന്ന്. അതേപോലെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് റിഗ്രറ്റ് അടിച്ച് തിരിച്ചു വരും. അയ്യോ എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന്. അതുകൊണ്ട് ഇവിടെയും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നു. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട് കല്യാണം. ഓക്കെ, അന്ന് തൊട്ടേ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെന്തുകൊണ്ട് ഒരു ഡിവോഴ്സിൽ കൊണ്ടുവന്ന് എത്തിച്ചില്ല? ഈ പെൺകുട്ടി ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്തിട്ടല്ല ഒരു ബന്ധത്തിൽ നിർത്തേണ്ടത്. അന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. അത് മാത്രമല്ല, അഖിലിൻ്റെ ഭാഗത്ത് ഇനി എന്ത് മിസ്റ്റേക്കാണെന്ന് അറിയത്തില്ല. ഇവരെ ഇനി 2 പേരെയും വെച്ച് വല്ല കൗൺസിലിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. മേ ബി നിങ്ങൾ നോക്കിക്കോണം, മിക്കവാറും ഈ ഇത്രയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂസ്ലി വന്ന സ്ഥിതിക്ക് മേഘയുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മിക്കവാറും താമസിക്കാതെ ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ നൈസായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്തെങ്കിലും രീതിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കലവാകുമ്പം തട്ടിമുട്ടിയും നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങി പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഭർത്താവിൽ നിന്ന് സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കിട്ടാതിരുന്ന സമയത്ത് അവൾ വേറെ രീതിയിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി, അവൾ ആ രീതിയിൽ പോയി. പക്ഷേ ഇവിടെ വേറൊരാളുടെ ജീവിതം തകർത്തിട്ട് വേണമായിരുന്നു പോകേണ്ടത്. ഈ ഒരു മാർഗം സ്വീകരിക്കണ്ടായിരുന്നു, ലീഗലി ഡിവോഴ്സ് ചെയ്യായിരുന്നു. ഓപ്പണായിട്ട് അഖിലിനോടെയും പറയാറുന്നല്ലോ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, നമുക്ക് ഡിവോഴ്സ് മേടിക്കാമെന്ന് പറയാറുന്നല്ലോ. അല്ലാതെ എന്തിനാ ഈ പ്രഹസനം കാണിച്ചുകൊണ്ടിരുന്നത്? ഒരുമിച്ച് റീൽസ് ഇടുന്നു, ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നു, എന്തെല്ലാം പരിപാടികളാണ് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സത്യം പറഞ്ഞ ആവശ്യം എന്താ? വെറുതെ എന്തോ നാട്ടുകാരുടെ കണ്ണിൽ എന്തോ പൊടിയിടാൻ വേണ്ടിയിട്ടോ? ഇതിപ്പോൾ എന്തായാലും അതിനെക്കാട്ടും രീതിയിൽ നാറിയേ. അന്നേ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചൊരു തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതായത് വല്ലവൻ്റെയും കുടുംബജീവിതം റിയാക്ട് ചെയ്യുന്ന നമ്മളാരും അല്ല ഈ സാധനം ഒന്നും കൊണ്ടുവന്നിട്ടത്. ഈ പറയുന്ന അഖിലിൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാരാണ് ഈ ഒരു CCTV ഉൾപ്പെടെ പല സാധനങ്ങളും സ്പ്രെഡ് ചെയ്തത്. അല്ലാതെ ഞങ്ങളാരും അല്ല, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട സാധനമാണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി കിട്ടിയെന്നങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. KSRTC-ലാണെങ്കിലും ടെമ്പററി. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ.
അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതും. ഇവിടെ കഴിഞ്ഞോളൂ കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് 4 ദിവസം, 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. ഇനി എന്ത് വിവരിച്ചിട്ട് കാര്യം? വിവരിക്കുന്നതായിരുന്നുവെങ്കിൽ അന്നേ ചെയ്യണമായിരുന്നു. അതായത് അനൂപിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഇപ്പം പോയിട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതെന്ന്. എന്തിനാ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല, മൊത്തവും കൈവിട്ട് പോയി. ഇപ്പം വേറൊരു കാര്യമുണ്ട്, അച്ഛനായാലും അമ്മയ്ക്കായാലും മക്കളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവരെന്ത് ചെയ്യാനാ? അവരല്ലേ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കിടന്നത്. ആ പയ്യൻ്റെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അവൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നുമില്ല, എടുക്കുന്നുമില്ല. അവൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും അവൻ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ. അവൻ്റെ ഭാഗത്ത് ഇനി എന്ത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ്റെ ലൈഫിനെയല്ലേ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കില്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം അഡ്വക്കേറ്റിനെ വിളിക്കാം, ഡിവോഴ്സിന് 2 പേർക്ക് മ്യൂച്വലി ഒപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അന്ന് ചെയ്യുന്നതിനകത്തായിരുന്നു ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്രയും ഒരു പ്രശ്നങ്ങളും ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തെങ്കിലും ഇത്രയധികം ചർച്ച ചെയ്തൊരു പ്രശ്നം ഉണ്ടാകുമെന്ന്. അതായത് ഈ ഒളിച്ചോട്ടം റിലേറ്റഡ് ആയിട്ട് കേരളം മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ വരെ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് ഭയങ്കര രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ആലോചിച്ച് നോക്ക്. ഇനി ഇത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇനിയിപ്പോൾ പുതിയൊരു ജീവിതമായിട്ട് നിങ്ങൾ 2 പേരും പോയി കഴിഞ്ഞാൽ പോലും ഇത് മാറാൻ പോകുന്നില്ല. ഇതിങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനൂപിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനൂപിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ടാന്നേ. ഈ പുള്ളി ഞാനും 2 ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ടെന്ന്. അതായത് നേരത്തെ തൊട്ടേ ഈ ഒരു വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അഖിലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അഖിലിൻ്റെ എന്തോ കള്ളത്തരങ്ങൾ പിടിച്ചു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു വ്യക്തത വേണമെങ്കിൽ ഇവരുടെ വായും കൊണ്ട് എന്തെങ്കിലും സംസാരിക്കണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ കേൾക്കുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അതുകൊണ്ടാണ് അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖിൽ. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. ഓക്കെ, തന്തയായിട്ടുള്ള പ്രശ്നമാണ് ഇത്രയും വലിയ വിഷയം, അല്ലാതെ വേറെ ഒന്നും അല്ലെന്നാണ് പറയുന്നത്. അഖിലിൻ്റെ സൈഡിൽ നിന്ന് അഖിൽ അത്രയും രീതിയിലായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. ഒരുമിച്ച് രണ്ടുപേരും തമ്മിൽ ഒരു പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്നായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വേറെ രീതിയിലും കുറേ ആൾക്കാർ ഓരോരോ അനാവശ്യങ്ങൾ പറയുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ സത്യം അറിയണമെങ്കിൽ ഇവരെന്തെങ്കിലും ഒഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്തായാലും ഇനി വലിയ രീതിയിൽ ഇവരുടെ കല്യാണം നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ 2 പേരും നിൽക്കുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ മേഘയുടെ ആയാലും അഖിലിൻ്റെ ആയാലും നിങ്ങളുടെ പ്രൊഫൈലുണ്ടല്ലോ, എന്തിനാണ് ഇനി അതിട്ടിരിക്കുന്നത്? അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൂടെ? എന്തായാലും ഇത്രയും സംഭവം നടന്നു, ഇനിയും അത് അവിടെ ഇട്ടേക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഉള്ള കാര്യം പറയല്ല, ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ഇത്രയും വിഷയങ്ങളുണ്ടായി ഡിവോഴ്സ് ആകാൻ പോകുന്നു, ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷം പിന്നെയും അഖിലിൻ്റെ ആ ഒരു ഫെയിം ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.